ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി അതിസുന്ദര ഭവനത്തെ നമുക്ക് പരിചയപ്പെടാം. പാല തൊടുപുഴ ഹൈവേയിൽ അന്തിനാട് എന്ന് പറയുന്ന ടൗണിനോട് തൊട്ട് ചേർന്ന് ഏകദേശം 750 മീറ്റർ മാത്രം മാറി 14 സെൻറ്റിൽ 2000 സ്ക്വയർ ഫീറ്റിൽ ഒരു 4 BHK ഹൗസിൻ്റെ ഗ്രാൻഡ് ടൂറിലേക്ക് സ്വാഗതം. ഇതാണ് നമുക്ക് മുറ്റം വരുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. 14 സെൻറ്റോളം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് സ്പേസ് കാണാനും അത് അറിയാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. ചിപ്സാണ് നമുക്ക് മുറ്റത്ത് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ കാർ പോർച്ച് വരുന്നത്. കാർ പോർച്ചിൽ പെയിൻറ്റഡ് ആയിട്ടുള്ള 2 തൂണുകൾ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് പോവുകയാണ്. ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് വരുന്നത്. സിറ്റ് ഔട്ടിൻ്റെ ഫ്ലോറിങ് ബോർഡറിങ് മാത്രം ഗ്രാനൈറ്റിൽ കൊടുത്തിട്ട് മിച്ചം എപ്പോക്സി ഇട്ട് ടൈലാണ് വന്നിരിക്കുന്നത്. വിട്രിഫൈഡ് ടൈലാണ്, നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ സ്ഥിരം കയറാറുള്ളതുപോലെ തന്നെ ലിവിങ് ഏരിയയിലേക്ക് പോകാം. നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ള അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയയാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ചെറിയ പ്രയർ ഏരിയ പോലെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. ലിവിങ് ഏരിയയുടെ ഡോറ് വന്നിരിക്കുന്നത് തേക്കിലാണ്. ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത്. ഡൈനിങ് ഏരിയയും ലിവിങ് ഏരിയ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നിരിക്കുന്നത് മൾട്ടിവുഡിൽ ഒരു പാർട്ടീഷനിങ് ആണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഡൈനിങ് ഏരിയ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ സൈഡിൽ നമുക്കൊരു TV മൗണ്ട് ചെയ്തിട്ടുണ്ട്. അതും നല്ല ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഒരു ബെഡ്റൂമിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ്. ബെഡ്റൂമിന് ഇവിടെ തൊട്ടടുത്തായിട്ട് നമുക്കൊരു ഡ്രസ്സിങ് ഏരിയ വന്നിട്ടുണ്ട്. ഡ്രസ്സിങ് ഏരിയ മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് സ്റ്റഡി ടേബിൾ പോലെ ചെറിയ ടേബിളും വന്നിട്ടുണ്ട്. അത് ഫെറോ സ്ലാബിലാണ് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ബാത്റൂം വന്നിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാത്റൂമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ടൈലുകളാണെന്നുണ്ടെങ്കിലും എപ്പോക്സിയൊക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത്. ഇതും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കബോർഡ് വർക്കും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ ഡ്രസ്സിങ് ഏരിയ പോലെ കൊടുത്ത് ഇനി നമുക്ക് ഇവിടുത്തെ ബാത്റൂം കാണാം. ഇതാണ് നമ്മുടെ ബാത്റൂം വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാത്റൂമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇത് നമുക്കൊരു ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയൊക്കെ ആയിട്ട് സെപ്പറേഷൻ പോലെ വന്ന് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ബെഡ്റൂം. ടോട്ടൽ ഓഫ് 4 ബെഡ്റൂംസ് ആണുള്ളത്. അതിൽ 2 ബെഡ്റൂമുകൾ നമ്മളിപ്പോൾ കണ്ടു. ഇനി നമുക്ക് 2 ബെഡ്റൂമുകളും കൂടെ കാണാം. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള മൂന്നാമത്തെ ബെഡ്റൂം. അതുപോലെ തന്നെ ഈ സൈഡിൽ നമുക്ക് ഡ്രസ്സിങ് ഏരിയ വരുന്നു. മിച്ചം കണ്ട 2 ബെഡ്റൂമുകൾ പോലെ തന്നെ ബെഡ്റൂം ഇതും വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ബാത്റൂം വരുന്നു. ബാത്റൂമിൻ്റെ ടൈലിൻ്റെ ഡിസൈൻ ഒരു വെറൈറ്റി ടൈൽ ഡിസൈനാണ് ഇതിൽ പോയിരിക്കുന്നത്. മിച്ചമുള്ള 2 ബാത്റൂമുകളെ അപേക്ഷിച്ച് ഇതിലൊരു ഇച്ചിരി ഡിഫറൻസ് ഉള്ളതുപോലെ എനിക്ക് തോന്നി. ഇനി നമുക്ക് ലാസ്റ്റത്തെ ബെഡ്റൂം കാണാം. ലാസ്റ്റത്തെ ബെഡ്റൂം കാണുന്നതിന് മുന്നേ ഡൈനിങ് ഏരിയയുടെ ഒരു വാഷ് ഏരിയ പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി നമ്മുടെ ബെഡ്റൂമിലേക്ക് കിടക്കുകയാണ്. ഇത് മിച്ചമുള്ള ബെഡ്റൂമുകളെ അപേക്ഷിച്ച് ഒരിച്ചിരി കൂടെ സ്പേസ് കുറവുള്ളതുപോലെ എനിക്ക് തോന്നി. എന്നാലും പക്ഷേ നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ആവുന്നത്. ഇത് നമ്മുടെ ഡ്രസ്സിങ് ഏരിയ വരുന്നു. ഇത് കൂടാണ്ട് ഇത് നമ്മുടെ ബാത്റൂം വരുന്നു. നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ള മറ്റൊരു ബാത്റൂമാണ്. നല്ല രസമുണ്ട് ഈ ബാത്റൂം ചെയ്തിരിക്കുന്നത് കാണാനായിട്ട്. ഇനി നമുക്ക് ഇവിടുത്തെ കിച്ചൺ കാണാം. ഇതാണ് നമ്മുടെ കിച്ചൺ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയിൽ ചെയ്തിരിക്കുന്ന ഒരു ഓപ്പൺ കിച്ചൺ തന്നെയാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. ഇത് ഫസ്റ്റ് കിച്ചൺ വരുന്നു. ഇത് നമ്മുടെ സെക്കൻഡ് കിച്ചൺ വരുന്നു. ഈ വീടിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80 ലക്ഷമാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്.